മലയാളികൾ വളരെയധികം കൃത്യമായി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബം. ആ കുടുംബത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത ഇവരുടെ ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ്. സിയ എന്ന പേരിൽ ഇവർ തുടങ്ങിയിരിക്കുന്ന ഇവരുടെ സാരി ബിസിനസ്സിൽ ചെറിയ തട്ടിപ്പുണ്ട് എന്നതാണ് ഇപ്പോൾ എല്ലാവരും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓണം സെയിലുമായി ബന്ധപ്പെട്ട അഹാന ഉടുത്തിരുന്ന സാരിയുടെ വില ഇവർ ഇട്ടിരിക്കുന്നത് 8,000 രൂപയാണെങ്കിൽ ശരിക്കുമുള്ള സാരിയുടെ വില മറ്റ് വെബ്സൈറ്റുകളിൽ 4,000-ലോ 5,000-ലോ ആണ് ഒതുങ്ങുന്നത്. അതായത് യഥാർത്ഥത്തിൽ ഈ സാരി വിലയ്ക്ക് ചിലപ്പോൾ അതിലും കുറവേ ഉണ്ടാകുമായിരിക്കുള്ളൂ. എന്നാൽ അഹാന ഇത് വിൽക്കുന്നത് ഇരട്ടി പൈസയ്ക്കാണ് ഏറ്റവും വലിയ കാര്യം. ഇരട്ടി പൈസ അല്ലെങ്കിൽ പോലും ഏകദേശം 70% വില കൂട്ടിയാണ് ഇവരുടെ സാരി വിൽക്കുന്നത് എന്നത് തന്നെയാണ് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത്. ഇത് മറ്റ് സൈറ്റുകളിൽ ഇതേ സെയിം സാരിക്കുള്ള വില തന്നെയാണ് ഇവർ സ്ക്രീൻഷോട്ടായി പങ്കുവെച്ച് പലരും ഈ തട്ടിപ്പ് വെളിയിൽ കൊണ്ടുവന്നത് എന്ന് പറയുന്നു. എന്നാൽ അഹാന ഈ ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞിരുന്നൊരു കാര്യം എന്നത് ഇവരുടെ വെബ്സൈറ്റിൽ കിട്ടുന്ന സാരികൾക്ക് കുറച്ച് വില കൂടുതലാണ്. ആ വിലയുണ്ടെങ്കിലും അത് വാങ്ങാനുള്ള ആളുകൾ തയ്യാറാണ് എന്നതാണ് ആദ്യമൊക്കെ ഇവർ സാരി പങ്കുവെച്ചപ്പോൾ തന്നെ വിറ്റുപോയതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ഇവർ സാരി പങ്കുവയ്ക്കുന്നത് വളരെ ഹാൻഡ് പിക്ഡ് ആയിട്ടും വളരെ ക്വാളിറ്റി ഉള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ ഒരു കോംപ്രമൈസ് ചെയ്യാതെയാണ് ഇവർ ഈ പൈസയ്ക്ക് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് 1,000 രൂപ നമുക്ക് ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പെർ പീസ് വെച്ച് അത്ര മാത്രമേ നമുക്കതിൽ നിന്നും ലാഭമുണ്ടാക്കാൻ പറ്റുകയുള്ളൂ എന്ന് അഹാന തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സാരികൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് എന്ന് തന്നെ അഹാന പറഞ്ഞിരുന്നു. എന്നാൽ എക്സ്പെൻസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് 4,000 രൂപ ഒരാളുടെ കയ്യിൽ നിന്ന് പറ്റിച്ചു മേടിക്കുന്നത് പോലെയാണ് എന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത്. വിലപിടിപ്പുള്ള സാരികളാണ് കൈവശമുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിന് ഇത്രയും വില കൂട്ടണമോ എന്നാണ് ചോദിക്കുന്നത്. 4,000 രൂപയുടെ സാരിക്ക് 8,000 രൂപ വെക്കുന്നതിന് പകരം നിങ്ങൾക്കൊരു 6,000-ഓ 5,000-ഓ വെച്ചൂടെ? അതാണെങ്കിൽ കുറച്ചുകൂടി എല്ലാവർക്കും ലാഭമാകുമല്ലോ. അല്ലെങ്കിൽ കുറച്ചുകൂടി ചെറിയ സാരികൾ എടുക്കാൻ ശ്രമിക്കണം. ഇത്തരത്തിൽ വലിയ രീതിയിലേക്ക് പോകുമ്പോൾ തന്നെ അത് ആളുകളിടയിലെ വലിയ സ്കാമായി തന്നെ ഇപ്പോൾ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. പകൽക്കൊള്ള പോലെയാണ് പലർക്കും ഇത് തോന്നുന്നതെന്ന് പറയുന്നു. സ്കാം ആണെന്നോ തട്ടിപ്പാണെന്നോ പറയുന്നില്ല, പക്ഷേ ഇതൊരു പകൽക്കൊള്ളയാണ്. സാരിയുടെ പേരിൽ ഇത്രയും അധികം കാശ് വാങ്ങിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ സാധിക്കുന്നത്. ഓരോ തവണയും ആരാധകർ ഇതിനെപ്പറ്റി പറയുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. സിയ എന്ന അഹാനയുടെയും ഇഷാനിയുടെയും ഹൻസികയുടെയും സിന്ധുവിൻ്റെയും ഈ ഒരു ഷോപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പേരാണ് ഈ ഒരു വാർത്ത പറയുന്നത്. സിയ എന്നത് സിന്ധു, ഇഷാനി, അഹാന, ഹൻസിക എന്നതാണ്. ദിയയ്ക്ക് സ്വന്തമായി മറ്റൊരു ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവർ ഈ ബിസിനസ് ഏൽക്കുന്നതും. ദിയയുടെ ബിസിനസ് ലക്ഷങ്ങൾ ടേൺ ഓവറോടെ തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നും അതിൽ മുൻപന്തിയിൽ തന്നെയാണ് എന്ന് പറയാം. എല്ലാ വില തൊട്ടും എല്ലാ വില വരെയും അവിടെ ഓർണമെൻറ്റ്സ് ഉണ്ട്. അതുപോലെ ആക്കണം നിങ്ങളും സാരി കളക്ഷൻ. എല്ലാ വിലയുള്ള സാരിയും ഉണ്ടെങ്കിൽ ഇത്തരം പരാതികൾ കേൾക്കില്ല. എന്നാൽ ഹാൻഡ് പിക്ഡായി എടുക്കുന്നത് സ്പെഷ്യൽ സാരികളാണ് എന്നതും അത് വിറ്റ് പോകുന്നുണ്ട്, അതുമാത്രമേ ഞങ്ങളുടെ ലാഭമായി ഞങ്ങൾ കണക്കാക്കുന്നുള്ളൂ എന്നുമാണ് അഹാന തന്നെ ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതെന്ന് കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനും സംസാരിക്കാനും പറയാനുമൊക്കെ സാധിക്കും. അതാണ് കൃത്യമായി ഇതിൽ കൂടി പറയുന്നതെന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.